ഹായ് ആൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് ഡിഫറൻറ്റ് വീഡിയോ ആണ്. നമ്മളിന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് എന്താണ് നമ്മൾ വീഡിയോ സ്റ്റുഡിയോൻ്റെ അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ലാസ്റ്റായിട്ട് പറയാം. ഈ വീഡിയോ ലെങ്ത് കൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇനിമേ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 360 ഡിഗ്രി ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലുള്ള 360 ഡിഗ്രി ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് എങ്ങനെ നമുക്ക് ഫോൺ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് വേറെ വല്ല ക്യാമറ ഒന്നും വേണ്ട, നമുക്ക് ഒരു ആൻഡ്രോയിഡ് ഫോൺ മാത്രം മതി, ജസ്റ്റ് 2 ആപ്ലിക്കേഷൻ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഫോട്ടോസ്, അടിപൊളി ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ മുന്നോട്ട് കാണാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസ് നിങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ടാഗ് ചെയ്തേക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 2 ആപ്ലിക്കേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് സ്ട്രീറ്റ് വ്യൂ. പ്ലേ സ്റ്റോറിലുണ്ടാവും ആപ്ലിക്കേഷൻ. സ്ട്രീറ്റ് വ്യൂ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് ആക്ച്വലി ഒരു മാപ്പ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് തീറ്റ+. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോസും വീഡിയോസും എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷനും നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, അതായത് സ്ട്രീറ്റ് വ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും കാണാൻ കഴിയുക. ഒരുപാട് മാപ്പൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ക്യാമറ ഐക്കൺ കാണാൻ പറ്റും, ഒരു ഓറഞ്ച് കളർ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻ വരും. അതിൽ താഴത്തെ ഓപ്ഷൻ, അതായത് ഫോട്ടോസ്ഫിയറാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും കാണാൻ കഴിയുക. അവിടെ ഒരു ഓറഞ്ച് ഡോട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ ഡോട്ടിലേക്കും നമ്മുടെ ഫോണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ കുറച്ച് ടൈം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യും. അങ്ങനെ നമ്മൾ അറൗണ്ടില്ല എല്ലാ ചുറ്റുഭാഗത്തുള്ള നമ്മൾ നിൽക്കുന്ന ചുറ്റുഭാഗത്തുള്ള ഫോട്ടോസ്, അതായത് 360 ഡിഗ്രി ഫോട്ടോസ് നമ്മൾ ഓരോ ഫോട്ടോ ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിനെ പ്രോസസ്സ് ചെയ്താണ് നമ്മൾ 360 ഫോട്ടോ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഓരോ ഡോട്ടിലേക്കും നമ്മുടെ ഫോണ് പിടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രീൻ ടിക്ക് വരുമ്പോൾ നമുക്കത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫോട്ടോ പ്രോസസ്സിങ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഫോട്ടോ പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഇമേജ് വരുന്നത് കാണാൻ പറ്റും. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് വരും, നമ്മൾ എടുത്ത ഇമേജ് അവിടെ വരുന്നത് കാണാൻ പറ്റും. പക്ഷേ ഒരു സ്പിയർ ഷേപ്പിലോ അല്ലെങ്കിൽ 360 ഷേപ്പിലോ നല്ല വരിക. അപ്പോൾ അവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാകും, പബ്ലിഷ് ചെയ്യുക. നമുക്ക് അവിടെ മാപ്പിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ അവിടെ പബ്ലിഷ് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ ഷെയർ ഓപ്ഷൻ ഉണ്ട്. ഷെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്ന് നമുക്ക് കളർ ഗ്രേഡ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ സ്നാപ്സീൽ കൊണ്ടുവന്നിട്ട് കുറച്ച് സാച്ചുറേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മളെ തീറ്റ+ൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ തീറ്റ+ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആവും കാണാൻ കഴിയുക. ഇവിടെ ഒരുപാട് ട്യൂട്ടോറിയൽസ് അതുപോലെ തന്നെ പെർമിഷൻസ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ജസ്റ്റ് അതൊക്കെ ഒന്ന് കൊടുക്കുക. അതുപോലെ ട്യൂട്ടോറിയൽസ് ഒക്കെ വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് കളയുക. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ തീറ്റ+ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫോട്ടോ ഫുള്ളായതിനു ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. അതായത് നമ്മൾ സ്ട്രീറ്റ് വ്യൂവിൽ എടുത്തിട്ട് ആ ഗ്രീൻ ടിക്ക് വന്നതിന് ശേഷം മാത്രം നമുക്ക് സ്നാപ്സീഡിലോട്ട് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ തീറ്റ+ൽ നമുക്ക് ആ ഫോട്ടോ പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ആ ഫോട്ടോ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ കഴിയും. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ ആ എടുത്ത ഫോട്ടോ അവിടെ കാണും. അപ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസിലാവും എത്താൻ കഴിയുക. അവിടെ നിങ്ങൾക്ക് ലിറ്റിൽ പ്ലാനറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഒരു ഗോളാകൃതിയിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ കാണുന്ന പോലെ നമുക്കൊരു 360 ഡിഗ്രി മൊത്തത്തിൽ ഉരുണ്ടിട്ട് കാണാൻ കഴിയും. അത് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആനിമേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിന് ഇനി ആനിമേഷൻ കൊടുക്കാനായിട്ട് നമുക്കിവിടെ ഒരു ആനിമേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പല ടൈപ്പിലുള്ള ആനിമേഷൻസ് അവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അവിടെ ആനിമേഷൻസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ സ്പീഡ് ആഡ് ചെയ്ത് കൊടുക്കാനും ഒരുപാട് തരത്തിലുള്ള പ്രീസെറ്റ് അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കസ്റ്റമൈസ് ചെയ്തിട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ അതിനും എല്ലാ ഓപ്ഷൻസ് അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാ ഓപ്ഷനും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ പ്രീസെറ്റ് ഇട്ടിട്ട്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഓരോ പ്രീസെറ്റ് തന്നെ ഉണ്ട്. അത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ആനിമേഷൻ അവിടെ സെറ്റായി ഇങ്ങനെ വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ. അപ്പോൾ ഞാൻ ഇതാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഷെയർ അല്ലെങ്കിൽ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ വരും. അങ്ങനെ അവിടെ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഷെയർ കൊടുക്കുകയാണ്. ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഇവിടെ എൻകോഡിംഗ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഞാനിത് വെച്ചിട്ട് ഉണ്ടാക്കിയ കുറച്ച് ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസ് കാണാം. അപ്പോൾ ഇത് നമ്മൾ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ. അതുപോലെ തന്നെ താഴെ ഒരു കമൻറ്റ് കൂടി ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനലിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. ഏതായാലും നമ്മളത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിലെ സ്ഥിരം വ്യൂവേഴ്സ് അതൊന്നും മുഴുവനായിട്ട് കാണണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതിന് നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.